എന്താ ടോപ്പ് ബോക്സിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു കോമ്പോസ് നടക്കുന്ന ഒരു കച്ചവടമൊന്നും ഇല്ലേ? ഗൈസ്, ഇന്നത്തെ വീഡിയോ ചെറിയൊരു സ്പെഷ്യലുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ലെന്ന് അറിയത്തില്ല. നമ്മുടെ ഗോപ്രോ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നാൾ യൂസ് ചെയ്ത് ഏകദേശം ഒരു വർഷം 1.5 വർഷം യൂസ് ചെയ്ത ഗോപ്രോ ആണ്, ഹീറോ 9 ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് സെയിലാക്കിയിട്ട് പുതിയ ഗോപ്രോയിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും 12 ആക്കിയത്. ഞാൻ ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. 12 പോയില്ല, കാരണം വെച്ചാൽ 12 ഏകദേശം 45,000 ആ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റേ ഗോപ്രോ എന്തായാലും കുറച്ച് യൂസ് ചെയ്ത് ഒരു ഗോപ്രോ അപ്ഡേഷൻ വേണമെന്ന് തോന്നി. അപ്പം 12 പോവാതെ ഞാൻ നേരെ 10 കേട്ടോ വന്നേക്കുന്നത്. 11 എടുക്കാൻ പോയി. ഞാൻ യൂസറാണ് എടുത്തത്, ഇതിപ്പോൾ യൂസറാണ്. 11 എടുക്കാനാണ് പോയത്. അപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് 10 എനിക്ക് അത്യാവശ്യം നല്ല കിടിലൻ റേറ്റിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. യൂസറാണെങ്കിലും ഈ ഒരു ഗോപ്രോ, ഞാൻ ഉപയോഗിക്കുന്ന ഗോപ്രോ ജസ്റ്റ് ഒരു ബോക്സ് ഓപ്പൺ ചെയ്തേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ പുള്ളിക്കാരത്ത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു നീട്ട് സാധനം കൈ കിട്ടിയപ്പോൾ വിടാൻ തോന്നിയില്ല, അങ്ങനെ സാധനം തൂക്കിയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്യൂക്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടാണല്ലോ, നമ്മൾ ഈ കിറ്റും കാര്യങ്ങൾ പെയിൻറ്റ് അടിച്ച സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചെന്ന് പറഞ്ഞു. പിന്നെ ഈ ക്ലിയറിൻ്റെ ഭാഗം കുറച്ച് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ രണ്ടാമത് വീണ്ടും ഒന്നും കൂടെ പോളിഷ് ചെയ്ത് ഈ ഭാഗങ്ങൾ രണ്ട് കിറ്റും ഒന്നും കൂടെ അടിപൊളിയായിട്ട് പോളിഷ് ചെയ്ത് ഈ ഭാഗത്തോളം ചെറിയ ഡോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ പോളിഷിലെല്ലാം ക്ലിയർ ആക്കി. പിന്നെ നമ്മൾ സൂപ്പർ ഡ്യൂക്കിൻ്റെ ആ 6ൻ്റെ ഡിസൈൻ നമ്മൾ റിഫ്ലക്ടർ സ്റ്റിക്കിൽ ഇതാ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ കിറ്റിലും കാര്യങ്ങളൊക്കെ സ്ക്രാച്ച് വീഴാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതിന് PPFും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നാളെ അപ്പം എറണാകുളം ഓട്ടോടോക്സിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇതിൻ്റെ PPFും കാര്യങ്ങളൊക്കെ ഫുള്ളൊന്ന് ചെയ്യണം കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ ടാങ്കിൽ PPF ഉണ്ട്. ടാങ്കിൽ PPF ചെയ്തിട്ട് ഏകദേശം ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വീണ്ടും ഇറക്കില്ല. അപ്പോൾ ആ ടൈമിൽ ചെയ്ത PPF ആണ്. അത് ഏകദേശം PPFിൻ്റെ ഫിലിം ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. ടാങ്കിന് ഫെയ്ഡ് ആയിട്ടില്ല. ഇത് റിമൂവ് ആക്കിയിട്ട് ഇതൊന്നും കൂടെ ഒന്ന് PPF അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം ടാങ്ക് വീണ്ടും പുത്തനാവും. അതെനിക്ക് ബോഡി ഫുള്ളൊന്ന് PPF ചെയ്യാനായിട്ട് പോവുകയാണ്. ബോക്സിൻ്റെ അകത്ത് ഇവിടെ നമ്മളെ ബൂട്ടാണ് ഇരിക്കുന്നത്. ബൂട്ടിൻ്റെ പരുവൊക്കെ നോക്കിയേ ഏകദേശം ഈ കോലായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. ഇതിൻ്റെ അടിയിലത്തെ സോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവസ്ഥയായിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ചെരുപ്പ് നന്നാക്കുന്ന കടയിൽ കൊണ്ട് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. അതിനുവേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ടോപ്പ് ബോക്സിലും കുറച്ച് സ്റ്റിക്കറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഗോപ്രോയുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാവും. ഹീറോ 10 ആണ്. എങ്ങനെയുണ്ട്? അപ്പം ക്യാമറ അപ്ഡേഷൻ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഇട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ പരിപാടിയിലോട്ട് പോവാം. നമുക്ക് വണ്ടിയിലെ സ്റ്റിക്കർ വർക്ക് തന്നെ ആദ്യം തുടങ്ങാം. ചെയ്യേണ്ട സ്റ്റിക്കർ വർക്ക് ജസ്റ്റ് നെറ്റിൽ നോക്കാൻ കേട്ടോ, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാനായിട്ട്. ചേട്ടാ, നമുക്ക് ഇത് ടോപ്പ് ബോക്സിനകത്ത് ഇതേപോലെ സ്റ്റിക്കർ ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ടോപ്പ് ബോക്സിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഒരു കോമ്പോസ് നടക്കുന്ന ഒരു സംഭവമാണ് കൊടുത്തേക്കുന്ന. ഹിമാലയൻ്റെ മലകളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അതേപോലെ ലെഫ്റ്റ് സൈഡ് പോകാൻ നേരത്ത് അഡ്വഞ്ചറിൻ്റെ ടൈപ്പ് ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബേക്കിൽ ഡ്യൂക്ക് സൈഡിലും പറഞ്ഞൊരു ചെറിയൊരു സ്റ്റിക്കറിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് സംഭവം? എനിക്കും ഇത് കൊണ്ടുപോകാൻ്റെ അത്ര താല്പര്യമില്ല. നമുക്ക് നല്ല ഹൈ സ്പീഡ് കോർണറിങ് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഈ ടോപ്പ് ബോക്സിൽ ഇപ്പോൾ കുഴപ്പമില്ല. കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ വരാനായിട്ട് അതൊക്കെ പോകും കേട്ടോ. പക്ഷേ നമുക്ക് ട്രാവൽ ചെയ്യാൻ അടിപൊളി സാധനമാണ്. പില്ലിംഗ് കംഫർട്ട് എല്ലാം പൊളി സാധനമാണ് കേട്ടോ. ഇവിടെ കുഷനും കാര്യങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ നാളെ ഞാൻ പോകുന്ന ഒറ്റയ്ക്കാണ്. പിന്നെ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് സാധനം എല്ലാം ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് നമുക്ക് നൈസായിട്ട് പോയിരാം. ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട. വാട്ടർ പ്രൂഫ് ആക്കട്ടെ, ഒന്നും ആക്കട്ടെ, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ കൊണ്ടാണ് അപ്പോൾ പോകുന്നത്. സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ്, വിചാരിക്കണമെന്നല്ല, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോകാം. നമുക്ക് ബൂട്ട് കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഗായ്സ്, ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെരുപ്പ് നന്നാക്കാമെന്ന് വെച്ചപ്പോൾ ഒന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഈ ബൂട്ട് കാണുമ്പം അപ്പോൾ പന്തപ്പെടുന്ന എന്തോ കേട്ടോ. ഇതാണ് പ്രശ്നം, ഇതാണ് ചെരുപ്പ്. ഇതിങ്ങനെ ഇളകിപ്പോയി. ഒട്ടിച്ചായിരിക്കുമോ? നല്ല കട്ടിയുള്ളതല്ലേ? അപ്പം ബൂട്ട് നന്നാക്കാൻ വേറെ പരിപാടി കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്യൊന്നും നടക്കില്ല. നമുക്ക് ഈ പശ വെച്ച് ഒട്ടിക്കാനേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പം നല്ല കിട്ടിലും പശയൊക്കെ വെച്ചിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും നാളത്തെ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ അറിയാം. അല്ലെങ്കിൽ പെട്ട് കാശ്. ഇനി ബൂട്ടും കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടും. ഇത് മറ്റേ ബൈക്ക് ഓട്ടിക്കാൻ പെടുന്ന ബൂട്ടില്ലേ, മൊത്തം പ്രൊട്ടക്ഷനാണ്. അതിൻ്റെ സ്റ്റീലാണ്. അതൊക്കെ
അടിഭാഗം പശയിലായിരിക്കുന്ന അവര് ഒട്ടിച്ചേക്കുന്ന. കച്ചവടമൊന്നും ഇല്ലേ? ഇപ്പൊ നന്നാക്കാൻ വരത്തൊന്നുമില്ല, എല്ലാരും പുതിയ വാങ്ങിക്കോണല്ലേ. നന്നാക്കാൻ ആരും വരുന്നില്ല. ആ പുതിയ വാങ്ങുന്നതാണ് നല്ലതെന്നല്ലേ. കൂടി ഇരിക്കുമല്ലേ? എത്ര അത്? 20 അമ്മ ഇതിരിക്കട്ടെ, കുഴപ്പമില്ല. ആ മനസ്സിലായി. ഇതുവഴി വണ്ടി പോവോ, ബൈക്ക് പോവോ? നമുക്ക് ചെരുപ്പ് പൊട്ടിച്ചതിന് വെറും 20 രൂപ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. പാവൻ എനിക്ക് ഉറപ്പില്ല ഇത് നിൽക്കുമെന്ന്, എനിക്ക് ഉറപ്പില്ല. സാധാരണ നോർമൽ ചെരുപ്പാണെങ്കിൽ പിന്നെയും പറയാം. ഇത് നമ്മൾ റൈഡിങ്ങിന് ഇട്ടുകൊണ്ടോണ്ടല്ല, അത്രയ്ക്ക് റഫ്യൂസ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ഈ പശയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും മാമ ഒന്ന് ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്തു തന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ നമുക്ക് ഇനിയിപ്പോൾ എറണാകുളത്തിട്ട് വിടണം. ഇട്ടിട്ട് നമുക്ക് ഇതൊരു PPF കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കേട്ടോ. അപ്പോൾ കൊല്ലം ബൈപ്പാസ് റോഡ് ഇങ്ങനെ നിശബ്ദമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോടോർസ്കൊച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. ആലുവ അമ്പാട്ടിക്കാവാണ് ലൊക്കേഷൻ വരുന്നത്. പില്ലർ നമ്പർ 137 ആണ് കേട്ടോ. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരുമെന്ന്. ഓക്കെ, ഹൈ. ഇവിടെ കയറിയപ്പോൾ ഒരു റൈഡക്സിൻ്റെ ഹെൽമെറ്റ് കേട്ടോ. ഹെൽമെറ്റ് ഫുൾ ബോഡി PPF കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 2 പേര് ചേർന്നിരുന്നാണ് ഒരു ഹെൽമെറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ മാക്സിമം വർക്ക് നേരത്തെ ചെയ്യാനായിട്ട് പറ്റും. അവിടെ വേറെ ഹെൽമെറ്റിൻ്റെ വർക്ക് തുടക്കാനായിട്ടുള്ള ക്ലീനപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ PPF ചെയ്ത ആ ഒരു ടാങ്കിൻ്റെ അവസ്ഥ കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ഫുള്ള് സ്ക്രാച്ചായ സംഭവങ്ങളൊക്കെയാണ്. PPFിൻ്റെ മുകളിലാണ് പക്ഷേ ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. റിമൂവ് ആക്കിയോ ബ്രോ? റിമൂവ് ആക്കുന്ന സമയത്ത് അതിൻ്റെ ബേക്കിൽ കേട്ടോ പശയോ കാര്യങ്ങളോ ഒട്ടിപ്പോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറക്കി അതേപോലത്തെ കണ്ടീഷനായിരിക്കും. ഒരു തുള്ളി പശ പോലും ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. അത് അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ള കണ്ടീഷനായിരിക്കും. ഈ സ്ക്രാച്ചൊക്കെ ടാങ്കിനകത്ത് വന്നാലേ നമുക്ക് കണ്ടറിയാം. അയ്യോ വന്നാ ഇല്ല ചേട്ടാ, ചെറിയ അടയാളം മാത്രമേ വരുന്നത്. ഇതിപ്പോൾ ആ PPF ഒട്ടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു സ്ക്രാച്ച് ടാങ്കിൻ്റെ അകത്തായിരുന്നു വീഴാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് PPF ഒട്ടിക്കുന്നതിൻ്റെ മെയിൻ ഗുണമെന്ന് വെച്ചാൽ. ഇപ്പോൾ ടാങ്കിൻ്റെ അകത്ത് PPF ചെയ്തതിന് മുമ്പായിട്ടാണ് ഈ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ചാണ് വന്നേക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ക്രാച്ച് നമ്മുടെ PPFിൽ കവർ ചെയ്യാനായിട്ട് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ മുകളിൽ സാധാ ക്ലിയർ PPF അല്ല ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പോയത് കേട്ടോ. നമ്മൾ ഫുൾ ബ്ലാക്ക് PPF ആണ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ബ്ലാക്ക് PPF വരുമ്പോൾ എത്ര ഇയറാണ് വരുന്നത്? ബ്ലാക്കിനും 2 ഇയർ 5 ഇയർ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ അതിൻ്റെ 5 ഇയർ അപ്ലൈ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ബ്ലാക്ക് PPFിൻ്റെ 5 ഇയർ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നോർമലി PPF വെച്ച് നോക്കാനായിട്ട് ബ്ലാക്ക് വരാൻ നേരത്ത് ഈ ഒരു പെയിൻറ്റിൻ്റെ ക്വാളിറ്റി അല്ല, ഇതിനേക്കാൾ ഇരട്ടി ക്വാളിറ്റിയാണ് ബ്ലാക്ക് PPF വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ബ്ലാക്ക് PPF. ഈ ഭാഗങ്ങൾക്ക് നമ്മൾ ഗ്ലോസി PPF 5 ഇയറിൻ്റെ ആണ് ചെയ്യാനായിട്ട് പോകണം. അതായത് ഈ സ്റ്റിക്കറും കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ ക്ലിയർ ചെയ്ത് കവറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ടാങ്കിൽ PPF ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മിഷ്യൻ വെച്ച് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാനായിട്ട്, എന്ന് വെച്ചാൽ ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് കളയാനായിട്ട് പോവുകയാണ്. മിഷ്യൻ വെച്ച് കളയുമ്പോൾ തന്നെ ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്ത് കളയാനായിട്ട് പറ്റും. പിന്നെ ബ്ലാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ബ്ലാക്ക് ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി വേറെ ലെവലാണ് കേട്ടോ. ഞാൻ മുമ്പ് ചെയ്തൊരു വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വാളിറ്റി അറിയാനായിട്ട് ബ്ലാക്ക് തന്നെ ചെയ്യാനായിട്ട് പോവേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്ത് ജസ്റ്റ് പോളിഷ് ചെയ്തതാണ് കേട്ടോ. ചെയ്തപ്പോൾ തന്നെ ആ ഭാഗത്ത് തിളക്കം നോക്കിയേ, എൻ്റെ പൊന്നെ പൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഷീൻസൊക്കെ എടുത്ത് വെച്ച് റോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. I get down. ഇപ്പോൾ ഈ ടാങ്കിൻ്റെ അകത്ത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഗ്ലോസി PPFും ഈ ഭാഗത്ത് ബ്ലാക്ക് PPF ഒടിച്ചിട്ടുണ്ട് കേട്ടോ. താഴെ കാണുന്ന നമ്മളെ സ്റ്റോക്ക് പെയിൻ്റാണ്, മുകളിൽ നമ്മുടെ ബ്ലാക്ക് PPF ആണ്. ജസ്റ്റ് റഫായിട്ട് ഒടിച്ചതാണ്. അപ്പോൾ സ്റ്റോക്ക് പെയിൻറ്റിനേക്കാൾ നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട് നമ്മുടെ ബ്ലാക്ക് PPFിന്. അതുപോലെ തന്നെ നോർമൽ PPFിന് നമ്മളെ സ്റ്റോക്ക് പെയിൻറ്റിനേക്കാൾ കുറച്ചൊരു
തിളക്കം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് കുറച്ചുകൂടെ നൈസായിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബ്ലാക്ക് ഒട്ടിക്കാനായിട്ട് ഈ സൈഡ് ഹീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഇളക്കണം. അപ്പോൾ ടാങ്ക് ഫുൾ ബ്ലാക്ക് ഒട്ടിക്കാനകത്ത് ഈ കാണുന്ന മൈന്യൂർ സ്ക്രാച്ചല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മൈന്യൂർ സ്ക്രാച്ചൊക്കെ ഫുൾ കവറാവും. ഒരു പെയിൻറ്റ് അടിച്ച് കണക്കത്തെ ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത് ഇപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ ടാങ്കിൻ്റെ പോർഷൻ എന്താ ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചായില്ലെന്ന് ഡൗട്ടായിരിക്കും അല്ലേ, സംഭവം ഒട്ടിച്ചേക്കാണ്. ഏറ്റവും വലിയ ടാങ്കിൻ്റെ നേരത്തെ ഇരുന്നതിനെ കാട്ടി നല്ല രീതിക്കുള്ള ആ ഒരു ഗ്ലോസ്നെസ് പറയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്ലാക്ക് പീഫിൻ്റെ ഗുണം കറക്റ്റ് പറയാനായിട്ട് പറ്റും. ഡിഫറൻസ് കാണിക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് സൈഡ് ഇളകിയിട്ടാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എവിടെയും കട്ടിങ് വരുന്നില്ല, എല്ലാ കട്ടിങ്ങും ഉള്ളിലോട്ടാണ് പോയിരിക്കുന്നത്. എവിടെ ഒരു ഭാഗത്തോടും കട്ടിങ് വരുന്നില്ല, അല്ലെങ്കിൽ ഡിഫറൻസ് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. പുറത്തോട്ട് ഇറങ്ങിയിട്ട് വെയിലത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അടുത്ത സൈഡ് പീസ് നമ്മൾ ഈ കാണുന്ന ഗ്ലോസി PPF വെച്ച് 5 ഇയറിൻ്റെ തന്നെ PPF വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. ഇത് ഒറ്റ പീസിൽ ഈ ഒരു പീസ് നമുക്ക് ഓട്ടോലോയിൻ്റെ കിറ്റിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ അകത്തുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇതായി കാണുമ്പോൾ കേട്ടോ. ഇത് ഫുള്ള് സ്ക്രാച്ചസും അതിൽ തന്നെ കല്ലൊക്കെ അടിച്ചിട്ടുള്ള ചെറിയ ഡോട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ടില്ലേ. അപ്പം ഈ സ്ക്രാച്ചസും ഈ ഡോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഒട്ടിച്ചിരുന്ന PPFൻ്റെ മുകളിലാണ് കേട്ടോ വീണിട്ടുള്ളത്. അപ്പോൾ PPF ജസ്റ്റ് ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. നോക്കി ഇത്ര സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. എനിക്ക് ഇളക്കാൻ നേരത്ത് ഒരു പശയും കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഇളക്കി തരുമല്ലോ എൻ്റെ മോനെ. 3 വർഷം മുമ്പ് ഒട്ടിച്ചിരുന്ന PPF ആണ്. ആ ഒരു PPF ഇളക്കാൻ നേരത്ത് നമ്മുടെ മഡ്ഗാർഡിൻ്റെ കണ്ടീഷനാണ് നോക്കി. പുതിയ മഡ്ഗാർഡ് ഇരിക്കുന്ന നടക്കാനായിട്ടായിരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പെയിൻ്റ് ഇളകി പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാധനം പക്ക നീറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ PPF ഇതാ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ടാങ്ക് മാത്രമല്ല, ഞാൻ ഈ കാണുന്ന ഫ്രണ്ട് മഡ്ഗാർഡ് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് PPFിലോട്ട് ആക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ പൊളി ആയിട്ട് കേട്ടോ. ബ്ലാക്ക് PPF ഇത്രത്തോളം ഗ്ലോസി ഞാനും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് പെയിൻറ്റിനെക്കാട്ടി ഗ്ലോസി ഉണ്ടെന്നറിയാം, പക്ഷേ ഇത്രയും എടുത്തിരിക്കുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കുറച്ച് മൈന്യൂർ സ്ക്രാച്ചും ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫുൾ കവറായി. ഇതിപ്പം റൂമിൻ്റെ അകത്താണ്. നമുക്ക് വെളിയിലോട്ട് പോകാൻ നേരത്ത് ഈ ഒരു ബ്ലാക്ക് കുറച്ചും കൂടെ അടിപൊളി ഇറച്ചിരിക്കും. പിന്നെ സൈഡ് ഭാഗങ്ങളൊക്കെ ഞാൻ 5 ഇയർ വരുന്ന PPFും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ബ്ലാക്കും 5 ഇയറും അതുപോലെ തന്നെ 2 ഇയർ നമുക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങളുടെ വണ്ടി അനുസരിച്ച് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള സെറാമിക് വർക്ക് അതുപോലെ തന്നെ PPF വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോടോക്സിനെ സമീപിക്കാം. ഞാൻ ചെയ്തതുപോലെ എൻ്റെ ടാങ്കിൽ കുറച്ച് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ക്രാച്ച് കവർ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ബ്ലാക്ക് PPFിലോട്ട് ആക്കിയിരിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ വണ്ടിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോർമൽ PPFിനെ കാട്ടി ബ്ലാക്ക് ടാങ്ക് ആണെങ്കിൽ ബ്ലാക്ക് PPFിലോട്ട് ആക്കിയാൽ ഇതേപോലെ കിട്ടുന്ന ഷൈനി നിങ്ങളെ വണ്ടി കിട്ടും കേട്ടോ. അല്ലാതെ റീപെയിൻറ്റ് ചെയ്താലും റീപെയിൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വീണ്ടും PPF അപ്ലൈ ചെയ്യണം. അപ്പോൾ കോസ്റ്റ് നല്ല രീതിക്ക് കൂടും. അതിനേക്കാളും ഡയറക്റ്റ് ഒരു ബ്ലാക്ക് PPFിലോട്ട് ആക്കിയാൽ കോസ്റ്റ് നിൽക്കും, വണ്ടിയുടെ ഷൈനിങ് അടിപൊളിയായിട്ട് കൂടും കേട്ടോ. ഷോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്തോ. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.